ശബ്ദം ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്ന അർത്ഥം ശക്യാർത്ഥം. അതിന് മുഖ്യാർത്ഥം എന്നും പേരുണ്ട്. ഈ മുഖ്യാർത്ഥത്തിന് യുക്തിഭംഗമോ താൽപര്യഹാനിയോ വരുത്താൻ കഴിയുമെങ്കിൽ ആ അർത്ഥം അസ്വീകാര്യമാകും. വാക്യത്തിൽ ആ ശബ്ദത്തിന് ആ അർത്ഥം അന്വയിക്കില്ല. ഇങ്ങനെ വരുന്നതിന് മുഖ്യാർത്ഥബാധ എന്ന് പേരാണ് എന്ന് പറഞ്ഞു. പിന്നെ മുഖ്യാർത്ഥം ബാധിച്ചു പോയാൽ വേറെ ഏത് വ്യാപാരം കൊണ്ടാണോ ആ വാക്കിന് വേറെ അർത്ഥം തോന്നുന്നത് ആ വ്യാപാരം ലക്ഷണം. മുഖ്യാർത്ഥത്തോട് സംബന്ധമുള്ള അർത്ഥമാണ് ഇങ്ങനെ ലക്ഷണ വ്യാപാരം കൊണ്ട് തോന്നുന്നത്. ഇങ്ങനെയുള്ള ലക്ഷണ രണ്ട് വിധമാണെന്ന് പറഞ്ഞു. നിരൂഢ ലക്ഷണ, പ്രയോജനവതി ലക്ഷണ. നിരൂഢം, നിതരാം രൂഢം, ഏറ്റവും ഉറച്ചു കിടക്കുന്നത്. അവയവാർത്ഥത്തെ ആശ്രയിക്കാതെ ഭാഷയിൽ ഉറച്ചു കിടക്കുന്ന അർത്ഥത്തെയാണ് രൂഢി എന്ന് പറയുന്നത്. രൂഢിയുള്ളത് കൊണ്ട് മാത്രം ചില പദങ്ങൾക്ക് ലക്ഷണാർത്ഥം തോന്നുന്നു. ഉദാഹരണം എണ്ണ. എള്ളിന്റെ രസം എന്നാണ് എണ്ണയ്ക്ക് അർത്ഥം. അതിലാണെങ്കിൽ തൈലം, തിലരസം, തൈലം. പക്ഷേ ഇത് തിലരസത്തിന് മാത്രമല്ലാതെ എല്ലാ ബീജങ്ങളുടെയും രസത്തിന് പൊതുവായ പേരായിട്ട് പറയുന്നു. ഇങ്ങനെ പ്രയോഗിക്കുന്നത് അർത്ഥത്തിന് രൂഢി വന്നതുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു അർത്ഥം പറയുന്നത് കൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. ഇതാണ് നിരൂഢ ലക്ഷണ. രണ്ടാമത്തേത് പ്രയോജനവതി ലക്ഷണ. ഇത് പ്രയോജനം ഉള്ള ലക്ഷണയാണ്. ലക്ഷണം സ്വീകരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ട്. അങ്ങനെയുള്ള ലക്ഷണ പ്രയോജനവതി ലക്ഷണ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. പ്രയോജനവതി ലക്ഷണ മൂന്ന് വിധത്തിലുണ്ട്. ഇതിലൊന്നാമത്തേത് ജഹത് സ്വാർത്ഥാവൃത്തി ലക്ഷണ എന്ന് പേരുള്ളതാണ്. ജഹത് സ്വാർത്ഥാവൃത്തി ലക്ഷണ. ജഹത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചുകൊണ്ടുള്ളത്. ആദി ഉപേക്ഷ. ഓഹാത്യാഗേ എന്ന ധാതുവിൽ നിന്നുണ്ടാകുന്ന പദമാണ്. ഓ എന്നും ക എന്നും ഇത്തുകളാണ്. രണ്ടും ലോപിച്ചാൽ ഹ എന്ന് മാത്രമാണ് ധാതുവിന്റെ രൂപം. അപ്പൊ ഹാദി എന്നാണ് ക്രിയാരൂപം വരേണ്ടത്. അത് ജ മുമ്പിൽ ചേർത്ത് പ്രയോഗിക്കുന്നു. അങ്ങനെ മുമ്പിൽ ജ വെച്ച് ജഹാദി എന്ന് ക്രിയാരൂപം പറയുന്നു. അതാണ് ജഹത്, ഉപേക്ഷിക്കുന്നത്, ഉപേക്ഷിച്ചുകൊണ്ടുള്ളത്. ജഹത് സ്വാർത്ഥാവൃത്തി ലക്ഷണ എന്ന് പറയുന്നത് സ്വാർത്ഥത്തെ, അതായത് ശക്യാർത്ഥത്തെ, മുഖ്യാർത്ഥത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ലക്ഷണം. മുഖ്യാർത്ഥത്തെ മുഴുവനായിട്ട് ഉപേക്ഷിക്കുന്നു. ആ മുഖ്യാർത്ഥത്തിന്റെ ഒരംശവും നിലനിർത്തുന്നില്ല. പൂർണ്ണമായിട്ടും മുഖ്യാർത്ഥത്തെ ഉപേക്ഷിച്ച് അതിനോട് സംബന്ധമുള്ള വേറെ അർത്ഥം തോന്നുന്നു. ഇങ്ങനെ തോന്നുന്നതാണ് ജഹത് സ്വാർത്ഥാവൃത്തി ലക്ഷണ. ഇതിന് ചുരുക്കത്തിൽ ജഹൽ ലക്ഷണ എന്ന് പറയും. ജഹൽ ലക്ഷണ. മലയാളത്തിൽ വിട്ട് ലക്ഷണ എന്ന് പേര്. വിട്ട് ലക്ഷണ. മുഖ്യാർത്ഥത്തെ വിട്ടുകളഞ്ഞിട്ട് ലക്ഷണ സ്വീകരിക്കുന്നത് കൊണ്ട് വിട്ടു ലക്ഷണ
എന്ന് പേര്. ഉദാഹരണം, ഗംഗയിൽ കുടിൽ നിൽക്കുന്നു. ഗംഗായാം ഘോഷ പ്രതിവസതി. ഗംഗായാം ഘോഷ പ്രതിവസതി. ഗംഗയിൽ കുടിൽ നിൽക്കുന്നു. ഈ വാക്യം കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മുഖ്യ അർത്ഥത്തിന് അനൗചിത്യം അനുഭവപ്പെടും. ഗംഗയിൽ കുടിൽ നിൽക്കുന്നു. ഗംഗാപദം ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്നത് പ്രവാഹത്തെയാണ്. നദി എന്ന് പറയുന്നത് പ്രവാഹത്തെയാണ്, ഒഴുക്കിനെയാണ്. ഇപ്പൊ ഗംഗ എന്ന് പറഞ്ഞാൽ ഗംഗാ പ്രവാഹമാണ്. ഗംഗയുടെ ഒഴുകുന്ന വെള്ളമാണ് നദി. ഇപ്പൊ ഗംഗാപദം ശക്തി കൊണ്ട് ബോധിപ്പിക്കുന്നത് ഗംഗാ പ്രവാഹത്തെയാണ്. പ്രവാഹത്തിൽ കുടിലിന് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗംഗയിൽ കുടിൽ നിൽക്കുന്നു എന്നതിന്റെ മുഖ്യാർത്ഥം ബാധിച്ചു പോകുന്നു. അങ്ങനെ ബാധിക്കുമ്പോൾ ഈ മുഖ്യാർത്ഥത്തോട് സംബന്ധമുള്ള വേറെ അർത്ഥം തോന്നുന്നു. അത് തീരം എന്ന അർത്ഥമാണ്. നദീപ്രവാഹത്തോട് സംബന്ധമുള്ള അർത്ഥമാണ് തീരം, നദീ തീരം. മുഖ്യാർത്ഥമായ പ്രവാഹത്തിന് ഹാനി വരുമ്പോൾ, ബാധ വരുമ്പോൾ അത് ഉപേക്ഷിക്കുന്നു. ഗംഗാ തീരം എന്ന ലക്ഷണ കൊണ്ട് അർത്ഥം സ്വീകരിച്ച് ഗംഗാ തീരെ ഘോഷ പ്രതിവസതി. ഗംഗാ തീരത്ത് കുടിൽ നിൽക്കുന്നു എന്ന് അർത്ഥം സ്വീകരിക്കുന്നു. ഇവിടെ ഗംഗാപദത്തിന്റെ ശക്യാർത്ഥത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. തീരത്തിൽ പ്രവാഹം ഇല്ല. അപ്പോൾ പ്രവാഹം എന്ന അർത്ഥത്തെ മുഴുവനായിട്ട് ഉപേക്ഷിച്ചു. അതുകൊണ്ട് അതിന് ജഹലക്ഷണ, വിട്ടലക്ഷണ എന്ന് പേര് പറയുന്നു. വിഷം ഭുങ്ഷ വേറെ ഒരു ഉദാഹരണം. വിഷം തന്നെ. ഇത് ശത്രുവിന്റെ വീട്ടിൽ പോയി ആഹാരം കഴിച്ച കുട്ടിയോട് അമ്മ പറയുന്ന വാക്യമാണ്. വിഷം തന്നെ. ഈ പറയുന്ന അമ്മയ്ക്ക് ഈ കുട്ടി വിഷം തിന്നണമെന്ന ഇച്ഛ ഇല്ല. ഇവിടെ വിഷത്തിന്, വിഷം ഭുങ്ഷ എന്ന പ്രയോഗത്തിന് വിഷം തിന്ന എന്ന അർത്ഥം സ്വീകരിച്ചാൽ അത് വക്താവിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. വിഷം തിന്നണം കുട്ടി എന്ന അമ്മയ്ക്ക് താല്പര്യമില്ല. പിന്നെ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഈ പറഞ്ഞതിന്റെ അർത്ഥം ആ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചത് നിന്ദ്യമായി പോയി എന്ന് മാത്രമാണ്. ശത്രുഗൃഹത്തിൽ ഊണ് കഴിച്ചതിനെ നിന്ദിക്കാൻ വേണ്ടി മാത്രമാണ് വിഷം തിന്ന് എന്ന വാക്യം പ്രയോഗിച്ചത്. അപ്പൊ മുഖ്യാർത്ഥത്തിന് ഒരു പ്രസക്തിയും അവിടെ ഇല്ല. മുഖ്യാർത്ഥത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ശത്രുഗ്രഹത്തിൽ ഉണ്ടത് നിന്ദ്യമായി പോയി എന്ന വേറെ അർത്ഥം ലക്ഷണ കൊണ്ട് തോന്നുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് വാക്യങ്ങൾ വേദത്തിൽ കാണാം. വേദത്തിന് പുറത്തുമുണ്ട്. ഇത്തരം വാക്യങ്ങളെ അർത്ഥവാദ വാക്യങ്ങൾ എന്ന് വിളിക്കുന്നു. അർത്ഥവാദം സ്വതന്ത്രമായി താല്പര്യമില്ലാത്തതും വേറെ ഏതെങ്കിലും അർത്ഥത്തെ നിന്ദിക്കാനോ സ്തുതിക്കാനോ വേണ്ടി മാത്രം പ്രയോഗിക്കുന്നതുമായ വാക്യമാണ് അർത്ഥവാദം. അർത്ഥവാദ വാക്യങ്ങളിൽ എത്ര പദങ്ങൾ പ്രയോഗിച്ചിരുന്നാലും ആ പദങ്ങൾക്കൊന്നിനും സ്വതന്ത്രമായ താല്പര്യമില്ല. അവയുടെ ഒന്നിൻ്റെയും ശക്യാർത്ഥം വാക്യത്തിൽ അന്വയിക്കില്ല. ശക്യാർത്ഥം പറയാൻ പാടില്ല, മുഖ്യാർത്ഥം പറയാൻ പാടില്ല. എല്ലാത്തിനും കൂടി നിന്ദ എന്നോ
സ്തുതി എന്നോ മാത്രമാണ് അർത്ഥം. അതുകൊണ്ട് അർത്ഥവാദത്തെ നിർവചിക്കുന്നത് നിന്ദാസ്തുതി അന്യതരപരം വാക്യം അർത്ഥവാദ. നിന്ദാസ്തുതി അന്യതര പരം, നിന്ദ സ്തുതിയിലെ ഏതെങ്കിലും ഒന്നിനെ സംബന്ധിക്കുന്നത്, ഒന്നുകിൽ നിന്ദിക്കാൻ അല്ലെങ്കിൽ സ്തുതിക്കാൻ. അങ്ങനെ നിന്ദ എന്നോ സ്തുതി എന്നോ മാത്രം അർത്ഥം വരുന്ന വാക്യമാണ് അർത്ഥവാദം. എല്ലാ അർത്ഥവാദ വാക്യങ്ങളിലും ജഹൽ ലക്ഷണ പ്രവർത്തിക്കുന്നു. മുഖ്യാർത്ഥത്തെ പാടെ ഉപേക്ഷിച്ച് ഇത് നിന്ദ്യമാണ് അല്ലെങ്കിൽ ഇത് പ്രശസ്തമാണ് എന്ന അർത്ഥം മാത്രം സ്വീകരിക്കും. ഇങ്ങനെ ജഹൽ ലക്ഷണ എന്ന ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അജഹൽ ലക്ഷണ, അജഹത് സ്വാർത്ഥാവൃത്തി ലക്ഷണ എന്ന മുഴുവൻ പേര്. അജഹത് സ്വാർത്ഥാവൃത്തി ലക്ഷണ, അതിന് അജഹൽ ലക്ഷണ എന്ന് ചെയ്യും. ജഹത്തിന്റെ വിപരീതമാണ് അജഹത്. ന ജഹത് ഇതി അജഹത്, ജഹത്തല്ലാത്തത്, ഉപേക്ഷിച്ചുകൊണ്ടുള്ളതല്ലാത്തത്. മുഖ്യാർത്ഥത്തെ ഉപേക്ഷിക്കാതെ എടുക്കുന്ന ലക്ഷണ. എന്നാ തീരെ ഉപേക്ഷിക്കാതെ എടുക്കുക, തീരെ ഉപേക്ഷിക്കാൻ പിന്നെ ലക്ഷണം എടുക്കുക ഇല്ല, ലക്ഷണം തന്നെ ഇല്ലല്ലോ. അപ്പോ ഈ അർത്ഥത്തെ ശരിക്കും ഉപേക്ഷിക്കുന്നില്ല, എന്നാൽ അർത്ഥം മാറ്റുന്നു. ഇതാണ് അജഹ സ്വാർത്ഥാവൃത്തി ലക്ഷണം. ഉപേക്ഷിക്കാത്തത്, മുഖ്യാർത്ഥത്തെ ഉപേക്ഷിക്കാതെ ചെയ്യുന്ന ലക്ഷണം, അതിനെ നിലനിർത്തിക്കൊണ്ട് അർത്ഥത്തെ ഭേദിപ്പിക്കുന്നു, അർത്ഥത്തെ കുറച്ച് മാറ്റുന്നു. ഇങ്ങനെ ഉപേക്ഷിക്കാതെ ഭാഗികമായിട്ട് അർത്ഥത്തെ മാറ്റി പറയുന്ന ലക്ഷണയാണ് അജഹത് സ്വാർത്ഥാവൃത്തി ലക്ഷണ, അല്ലെങ്കിൽ അജഹൽ ലക്ഷണ, വിടാലക്ഷണ എന്ന് മലയാളം. വിടാത്ത ലക്ഷണ, മുഖ്യാർത്ഥത്തെ വിട്ടുകളയാത്ത ലക്ഷണ എന്ന അർത്ഥത്തിൽ വിടാലക്ഷണ. ഉദാഹരണത്തിന് ചുവപ്പ് ഓടുന്നു, ശോണോ ധാവതി, ശോണ ധാവതി, ചുവപ്പ് ഓടുന്നു. ഇവിടെ ചുവപ്പ് എന്നത് ഗുണമാണ്. ഗുണത്തിന് ക്രിയ ചെയ്യാൻ കഴിയില്ല, ദ്രവ്യത്തിന് മാത്രമേ ക്രിയ ചെയ്യാൻ കഴിയുള്ളൂ. ക്രിയ എപ്പോഴും ദ്രവ്യാശ്രിതമാണ്, ഗുണാശ്രിതമായി ക്രിയയില്ല. ക്രിയാസാമർഥ്യം ഗുണത്തിന് ഇല്ല, ദ്രവ്യത്തിനേ ഉള്ളൂ. അതുകൊണ്ട് ചുവപ്പിന് ഓടാൻ കഴിയില്ല. അപ്പൊ ചുവപ്പ് എന്ന നിറം സ്വതേ ഓടാൻ കഴിവില്ലാത്തതാണ്, അതിൽ ക്രിയ ഉണ്ടാകില്ല എന്നതുകൊണ്ട് ചുവപ്പ് ഓടുന്നു എന്ന വാക്യത്തിന്റെ മുഖ്യാർത്ഥം ബാധിച്ചു പോകും. അങ്ങനെ മുഖ്യാർത്ഥം ബാധിക്കുമ്പോൾ അവിടെയും ലക്ഷണ വരുന്നു. ഈ ചുവപ്പ് ഓടുന്നു എന്ന് കേട്ട അർത്ഥത്തെ ചുവന്ന കുതിര ഓടുന്നു എന്ന അർത്ഥത്തിലാക്കും. ശോണ അശ്വോ ധാവതി, ശോണ അശ്വ ധാവതി, ചുവന്ന കുതിര ഓടുന്നു. അപ്പൊ അർത്ഥം ശരിയായി, ദിവംഗമില്ല, താല്പര്യഹാനിയില്ല, കുതിരയ്ക്ക് ഓടാൻ പറ്റും. ആ കുതിര ചുവന്നതുമാണ്. ചുവന്ന കുതിര ഓടുമ്പോൾ അതിൻ്റെ ചുവപ്പ് നിറത്തിന് ഓടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ ചുവപ്പ് ഓടണ്ട ശരിക്കും. അപ്പൊ ചുവപ്പ് ഓടുന്നു എന്ന അർത്ഥം മുഴുവൻ വിട്ട് കളഞ്ഞില്ല. ചുവപ്പല്ല ഓടുന്നത്, ചുവപ്പുള്ള കുതിര, ചുവപ്പ് നിറമായ കുതിരയാണ് ഓടുന്നത്. അപ്പൊ ചുവന്ന കുതിര ഓടുന്നു എന്ന അർത്ഥത്തിലും ചുവപ്പിന്റെ ഓട്ടമുണ്ട്, പക്ഷെ അത് കുതിരയുടെ ചുവപ്പാണ് എന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ചുവപ്പ് എന്ന ഗുണത്തിന്റെ പറയുന്ന പദം, അതിന്റെ അർത്ഥം ഗുണാർത്ഥത്തെ മുഴുവനായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഉപേക്ഷിക്കാതെ ചെയ്യുന്ന ലക്ഷണയാണ് അജഹൽ ലക്ഷണ. അപ്പൊ ചുവപ്പ് ഓടുന്നു എന്ന വാക്യത്തിന് ലക്ഷണ കൊണ്ട്
ചുവന്ന കുതിര ഓടുന്നു എന്ന് അർത്ഥം സ്വീകരിക്കുന്നു. ചുവപ്പിനോട് സംബന്ധമുള്ള കുതിര എന്ന ലക്ഷ്യാർത്ഥം എടുത്തു. ശക്യ സംബന്ധമാണല്ലോ ലക്ഷണം. അപ്പൊ ചുവപ്പ് എന്നതിനോട് സംബന്ധമുള്ള കുതിര എന്ന അർത്ഥം എടുത്തു. പ്രവാഹത്തോട് സംബന്ധമുള്ള തീരം എന്ന അർത്ഥം ജഹൽ ലക്ഷണയിൽ എടുത്തതുപോലെ ഇവിടെ അജഹൽ ലക്ഷണയിൽ ചുവപ്പ് എന്ന അർത്ഥത്തോട് സംബന്ധമുള്ള കുതിര എന്ന അർത്ഥമെടുത്തു. ശക്യ സംബന്ധം കൂടാതെ ലക്ഷണമില്ല. അപ്പോഴും ശക്യത്തോട് സംബന്ധമുള്ള അർത്ഥം മാത്രമേ ലക്ഷണയായിട്ട് സ്വീകരിക്കാൻ പറ്റൂ. ചുവന്ന കുതിര ഓടുന്നു എന്ന അർത്ഥം എടുക്കുന്നു. ഇതുപോലെ നീലക്കുടം എന്ന് പ്രയോഗിക്കും. നീലക്കുടം, നീലയായ കുടം. നീലയായതും കുടമായതും ഒരു വസ്തു തന്നെയാണ്. ഇവിടെ നീല കുടം എന്ന രണ്ടും പ്രഥമാ വിഭക്തിയിലാണ്, ഒരേ വിഭക്തിയിലാണ്. പൂർവോത്തര പദങ്ങൾ ഒരേ വിഭക്തിയിലാണെങ്കിൽ അവയ്ക്ക് സമാനാധികരണ്യം പറയണം. ഇത് സമാന അധികരണത്തിലാണ്, ഒരേ അധികരണത്തിലാണ് രണ്ടിന്റെയും അർത്ഥം ഇരിക്കുന്നത്. അപ്പൊ നീല എന്ന വിശേഷണം കൊണ്ട് പറയുന്ന നീല നിറം, നീലത്വം. ഘടം എന്ന ശബ്ദം ബോധിപ്പിക്കുന്ന ഘടത്വം എന്ന ജാതി. നീലത്വം, ഘടത്വം എന്നീ രണ്ട് ജാതിയും ഒരേ അധികരണത്തിൽ ഇരിക്കുന്നു. ഏത് അധികരണത്തിലാണോ നീലത്വം ഉള്ളത് ആ അധികരണത്തിന് തന്നെയാണ് ഘടത്വവും ഉള്ളത്. ഇങ്ങനെ അഭേദാർത്ഥമാണ് ഈ പദങ്ങൾക്ക്. നീലയായതും കുടമായതും ഒന്ന് തന്നെയാണ്. അതാണ് നീലകുടം എന്ന് പറയും. ഇവിടെ എന്താണ് അർത്ഥത്തിന് ത്യാജ്യത ഉള്ളത്, ബാധയുള്ളത്? മൺകുടം എന്ന് പറയുന്നു. മണ്ണു തന്നെ കുടമായതും മൺകുടം. അവിടെയും സമാനാധികരണ്യമാണുള്ളത്. ഒരേ അധികരണത്തിൽ മൃത്വവും കടത്വവും ഇരിക്കുന്നു. മണ്ണു തന്നെ കുടമായതും മൺകുടം. മണ്ണു തന്നെ കുടമാകുന്നതിന് ഒരു വിരോധവുമില്ല. മണ്ണ് ദ്രവ്യമാണ്, കുടവും ദ്രവ്യമാണ്. മണ്ണ് എന്ന ദ്രവ്യത്തിൽ ഘടാകാരം കൽപ്പിച്ചപ്പോഴാണ് അത് മൃദ്ഘടം, മൺകുടം ആയത്. അപ്പൊ മുഖ്യാർത്ഥത്തിന് അവിടെ ബാധയില്ല. മൃത്തും ഘടവും മണ്ണും കുടവും രണ്ടും ദ്രവ്യങ്ങളായതുകൊണ്ടാണ് ബാധയില്ലാത്തത്. ഒരു ദ്രവ്യം മറ്റേ ദ്രവ്യത്തിന്റെ രൂപത്തിലായിരിക്കുന്നു. രണ്ടും തന്നെയാണ്. മണ്ണാണ് കുടത്തിലെ സത്ത. മണ്ണ് ഘടാകാരമായിരിക്കുന്നു. കുടത്തിന്റെ ആകൃതി മണ്ണിൽ കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ അത് മൺകുടം, മണ്ണുകൊണ്ടുള്ള കുടം, മൺകുടം. ഇതുപോലെ നീലക്കുടം എന്നർത്ഥം പറയാൻ പറ്റുമോ? ഇല്ല. നീലഗുണമാണ്, കടം ദ്രവ്യമാണ്. ഗുണം തന്നെയാണ് ദ്രവ്യം എന്ന് പറയുന്നതിന് യുക്തിയില്ല. ദ്രവ്യത്തിന് ഗുണമാകാൻ കഴിയില്ല, ഗുണത്തിന് ദ്രവ്യവുമാകാൻ കഴിയില്ല. ദ്രവ്യത്തിന് ഗുണവത്തെ ആകാൻ സാധിക്കൂ, ഗുണത്തോട് കൂടിയതാകാനേ കഴിയുള്ളൂ, ഗുണമാകാൻ കഴിയില്ല. ദ്രവ്യവും ഗുണവും എപ്പോഴും ഭിന്നമാണ്. അപ്പൊ നീല നിറത്തോട് കൂടിയ കുടം അല്ലെങ്കിൽ നീല നിറമുള്ള കുടം എന്നേ അർത്ഥമുണ്ടാകാൻ സാധിക്കൂ. നീലയും കുടവും ഒന്നു തന്നെ എന്ന അർത്ഥം കിട്ടില്ല. നീല നിറമായ കുടം. ഇങ്ങനെ ഈ സമാനാധികരണം കൊണ്ട് കിട്ടുന്ന അഭേദാർത്ഥത്തിന് ബാധ വരും. അങ്ങനെ വരുമ്പോൾ ഈ നീല എന്ന അർത്ഥത്തെ ഘടത്തിന്റെ വിശേഷണമായിട്ട് എടുക്കും. അഭേദമില്ല, വിശേഷണ വിശേഷ്യ ഭാവമേ ഉള്ളൂ. നീലയായ
കുടം, നീല നിറമുള്ള കുടം, നീലകുടം, നീലോഘട. ഇത് വൈശിഷ്ട്യത്തിൽ ലക്ഷണം സ്വീകരിക്കുന്നു. നീല വിശിഷ്ടമായ കുടം, നീലവർണ്ണ വിശിഷ്ടമായ കുടം എന്ന് അർത്ഥം പറയുന്നു. ഇപ്പൊ യുക്തിഭംഗമില്ല, താല്പര്യഹാനിയില്ല, അപ്പൊ അർത്ഥം സാധുവായി. ഇവിടെയും നീല എന്ന കേൾക്കുന്ന അർത്ഥം, വാച്യാർത്ഥം, ശക്യാർത്ഥം, മുഖ്യാർത്ഥം ഉപേക്ഷിച്ചിട്ടില്ല, അർത്ഥത്തെ നിലനിർത്തി. നീല എന്ന അർത്ഥത്തെ നിലനിർത്തി. പക്ഷെ നീല തന്നെയാണ് കുടം എന്ന അർത്ഥം മാറ്റി നീല നിറമുള്ളതാണ് കുടം, നീലവർണ്ണ വിശിഷ്ടമായതാണ് കുടമെന്ന് വൈശിഷ്ട്യത്തിൽ ലക്ഷണ സ്വീകരിച്ചു. ഇത് അജഹ ലക്ഷണയുടെ വേറെ ഉദാഹരണം. മൂന്നാമത്തെ വക ജഹദ് അജഹൽ ലക്ഷണ. ജഹദ് അജഹത് സ്വാർത്ഥാവൃത്തി ലക്ഷണ. ജഹത്ത് അജഹത്ത് രണ്ടും ഉണ്ടാകും. ഇത് ജഹത്വമാണ് അജഹത്വമാണ്. മുഖ്യാർത്ഥത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ളതുമാണ്, മുഖ്യാർത്ഥത്തെ ഉപേക്ഷിക്കാതെ ഉള്ളതും ആണ്. ഇങ്ങനെ ജഹദ് അജഹത് സ്വാർത്ഥാവൃത്തി ലക്ഷണ. മുഖ്യാർത്ഥത്തെ ഭാഗികമായിട്ട് ഉപേക്ഷിക്കുന്നു, ഭാഗികമായിട്ട് നിലനിർത്തുന്നു. അങ്ങനെ നിർത്തുന്ന ലക്ഷണയ്ക്ക് ജഹദ് അജഹൽ ലക്ഷണ എന്ന് പേര്. മലയാളത്തിലെ വിട്ടുവിടാ ലക്ഷണ, മുഖ്യാർത്ഥത്തെ വിട്ടുകളഞ്ഞുകൊണ്ടും വിട്ടുകളയാതെയും ഉള്ള ലക്ഷണം. അവിടെ മുഖ്യാർത്ഥത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ലക്ഷണം സ്വീകരിക്കുന്നത്, ഒരു ഭാഗത്തെ നിലനിർത്തുന്നു, വേറൊരു ഭാഗത്തെ ലക്ഷണം സ്വീകരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിന് ഭാഗലക്ഷണ എന്നും പേരുണ്ട്. ഭാഗത്തിൽ ലക്ഷണ, മുഖ്യാർത്ഥത്തിന്റെ ഒരു ഭാഗത്ത് മാത്രം ലക്ഷണം സ്വീകരിക്കുന്നത് കൊണ്ട് ഭാഗലക്ഷണ എന്നും പേരുണ്ട്. ഉദാഹരണം, കാക്കകളിൽ നിന്ന് തൈര് രക്ഷിക്കണം എന്ന് പറയൂ. കാക്കകളിൽ നിന്ന് തൈര് രക്ഷിക്കണം. കാകേഭ്യോ ദധി രക്ഷ്യതാം. കാകേഭ്യ ദധി രക്ഷ്യത. കാക്കകളിൽ നിന്ന് തൈര് രക്ഷിക്കണം. ഇങ്ങനെ പറയുന്ന ആളിന്റെ താല്പര്യം കാക്കകളിൽ നിന്ന് തൈര് രക്ഷിക്കണമെന്നും മാത്രമല്ല, കാക്കകൾ തൈര് രക്ഷിക്കണമെന്ന താല്പര്യവും ഉണ്ട്. പക്ഷെ ഉദ്ദേശിക്കുന്നത് കാക്കകൾ രക്ഷിക്കണമെന്നും മാത്രമല്ല, കാക്കയെ പോലെ തൈര് നശിപ്പിക്കുന്ന എല്ലാ പ്രാണികളിൽ നിന്നും തൈര് രക്ഷിക്കണം. തൈര് നശിപ്പിക്കുന്ന എല്ലാ പ്രാണികളും ദത്യുപഘാതക പ്രാണികൾ എന്ന് സംസ്കൃതത്തിൽ. ദത്യുപഘാതക പ്രാണികൾ, അങ്ങനെയുള്ള എല്ലാ പ്രാണികളിൽ നിന്നും തൈരിനെ രക്ഷിക്കണം എന്ന താല്പര്യത്തിലാണ് കാകേഭ്യോ ദധിരക്ഷ്യതാം എന്ന വാക്യം പ്രയോഗിക്കുന്നത്. ഇങ്ങനെ ഈ തൈര് നശിപ്പിക്കുന്ന എല്ലാ പ്രാണികളും എന്ന അർത്ഥം സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കാക്ക എന്ന അർത്ഥം തൽക്കാലം വിട്ടുകളയുന്നു. കാക്കയിൽ നിന്ന് എന്ന അർത്ഥം വിട്ടിട്ടാണല്ലോ തൈര് നശിപ്പിക്കുന്ന എല്ലാ പ്രാണികളും എന്നർത്ഥം പറഞ്ഞത്. അങ്ങനെ അർത്ഥം പറയുമ്പോൾ ഈ തൈര് നശിപ്പിക്കുന്ന എല്ലാ പ്രാണികളിലും, എല്ലാ പ്രാണികളും എന്ന് പറയുന്ന ആ പ്രാണി സമൂഹത്തിൽ കാക്കയും ഉണ്ട്. അപ്പൊ ആദ്യം കാക്കയെ മാറ്റുന്നു. കാക്ക എന്നതിന് പകരം തൈര് നശിപ്പിക്കുന്ന എല്ലാ പ്രാണികളും എന്ന അർത്ഥം പറയുമ്പോൾ കാക്ക തൽക്കാലം മാറ്റപ്പെട്ടു.
പക്ഷേ തൈര് നശിപ്പിക്കുന്ന എല്ലാ പ്രാണികളും എന്നർത്ഥം പറഞ്ഞപ്പോൾ കാക്കയെ വീണ്ടും സ്വീകരിച്ചു. തൈര് നശിപ്പിക്കുന്ന പ്രാണികളുടെ കൂട്ടത്തിൽ കാക്കയുണ്ട്. അപ്പോ കാക്കയെ ഉപേക്ഷിച്ചോ? കാക്കയെ ഉപേക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ ആ വെട്ടുകളഞ്ഞ അർത്ഥം തിരികെ വരുന്നു. ഈ തരത്തിലുള്ള ലക്ഷണ, ഭാഗലക്ഷണ, ജഹദ് അജഹൽ ലക്ഷണ എന്ന് പറയപ്പെടുന്നു. വാസ്തവത്തിൽ ഇവിടെ മുഖ്യാർത്ഥത്തെ ഉപേക്ഷിക്കുന്നില്ല. കാക്ക എന്ന് പറഞ്ഞ അർത്ഥത്തെ ഉപേക്ഷിക്കുന്നില്ല. അവിടെ ശരിക്കും അർത്ഥത്തിന്റെ പരിഷ്കരണം മാത്രമേ ഉള്ളൂ. കാക്ക നിലനിൽക്കുന്നു. കാക്കയുടെ കൂടെ തൈര് നശിപ്പിക്കുന്ന മറ്റു പ്രാണികളെയും ഈ വാക്കിന്റെ താല്പര്യത്തിൽ ഉൾപ്പെടുത്തുന്നു. ശരിക്കും വക്താവിന്റെ താല്പര്യം അതാണ്, തൈര് നശിപ്പിക്കുന്ന എല്ലാ പ്രാണികളും എന്നാണ്. ഇങ്ങനെ കാക്ക എന്ന പദം ലക്ഷണ കൊണ്ട് തൈര് നശിപ്പിക്കുന്ന എല്ലാ പ്രാണികളും എന്ന അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. കാക്ക ശബ്ദം ദത്യുപഘാതക പ്രാണികൾ എന്ന അർത്ഥത്തെ ലക്ഷണ കൊണ്ട് ബോധിപ്പിക്കുന്നു. ഇത് ജഹദശ അജ ലക്ഷണ അല്ലെങ്കിൽ ഭാഗലക്ഷണ. ഇനിയൊരു വക ലക്ഷണമുള്ളത്. ഈ മൂന്നാണ് ലക്ഷണയുടെ വിഭാഗങ്ങൾ. ഇതുപോലെ വേറെ ഒരു വകയും കൂടി വരുന്നുണ്ടത് സാരോപലക്ഷണയാണ്. ആരോപത്തോടു കൂടിയ ലക്ഷണ, ആരോപലക്ഷണ. ഉദാഹരണം, ഒന്നിൽ വേറെ ഒന്നിന്റെ ഗുണം കണ്ടിട്ട് ആ ഗുണത്തെ പറയാതെ അതിൻ്റെ ഗുണിയെ അവിടെ ആരോപിച്ച് പറയുന്നു. ഗുണം പറയേണ്ടടുത്ത് ഗുണിയെ പറയുന്നു. ഗുണി അവിടെ ഇല്ല. വിവക്ഷിതമായ അധികരണത്തിൽ ഗുണിയില്ല, ഗുണമേ ഉള്ളൂ. പക്ഷെ ഗുണം പറയാതെ ഗുണിയെ പറയുന്നു. ഗുണിയെ അവിടെ ആരോപിക്കുകയാണ് ചെയ്യണത്. ഇല്ലാത്ത ഗുണിയെ ആരോപിക്കുന്നു. ഇങ്ങനെ ഗുണത്തിൽ ഗുണിയെ ആരോപിച്ച് പറയുന്നതാണ് സാരോപലക്ഷണ. ഉദാഹരണം, കുട്ടി സിംഹമാണ് എന്ന് പറയും. സിംഹോ ബാലക. ഈ കുട്ടി സിംഹമാണ്. കുട്ടി സിംഹമാണ് എന്ന മുഖ്യാർത്ഥം കുട്ടി സിംഹമല്ല എന്ന പ്രത്യക്ഷം കൊണ്ട് അപ്പോൾ തന്നെ ബാധിച്ചു പോകുന്നു. കുട്ടി മനുഷ്യനാണ്, സിംഹമല്ല എന്ന പ്രത്യക്ഷം കൊണ്ട് കുട്ടി സിംഹമാണ് എന്ന വാക്യത്തിന്റെ മുഖ്യാർത്ഥം ബാധിച്ചു പോകുന്നു. അങ്ങനെ ബാധിക്കുമ്പോൾ ഇത് ലക്ഷണ കൊണ്ട് ഈ കുട്ടി സിംഹത്തിന്റെ പരാക്രമം ഉള്ളവനാണ്, സിംഹത്തെ പോലെ പരാക്രമിയാണ് കുട്ടി എന്ന അർത്ഥം ലക്ഷണ കൊണ്ട് ബോധിപ്പിക്കുന്നു. സിംഹവത് പരാക്രമി ബാലക. സിംഹത്തെ പോലെ പരാക്രമിയാണ് ഈ കുട്ടി. പരാക്രമമാണ് കുട്ടിയിൽ ഉള്ളത്. ഈ പരാക്രമമുള്ള ജന്തുവാണ് സിംഹം. സിംഹത്തിന്റെ ഗുണമാണ് പരാക്രമം. സിംഹഗുണമായ പരാക്രമം കുട്ടിയിൽ കണ്ടിട്ട് കുട്ടിയിൽ സിംഹത്തെ ആരോപിച്ചിട്ട് കുട്ടി സിംഹമാണ് എന്ന് പറയും. ഇങ്ങനെ ഉണ്ടാകുന്ന അർത്ഥം ശരിയായ ജ്ഞാനമാണ്, യഥാർത്ഥ ജ്ഞാനമാണ്, പ്രമയാണ്. ഇതുപോലെ ബ്രഹ്മചാരി അഗ്നിയാണ്, അഗ്നിർമാണവക. ബ്രഹ്മചാരി അഗ്നിയാണ്. അവിടെയും ബ്രഹ്മചാരി മനുഷ്യനാണ് എന്ന പ്രത്യക്ഷം കൊണ്ട് ബ്രഹ്മചാരി അഗ്നിയാണ് എന്ന വാച്യാർത്ഥം ബാധിച്ചു പോന്നു. അവിടെയും അഗ്നിയുടെ ഗുണമായ തേജസ് ബ്രഹ്മചാരിയിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്
അഗ്നി എന്ന ഗുണിയെ ബ്രഹ്മചാരിയിൽ ആരോപിച്ച് ബ്രഹ്മചാരി അഗ്നിയാണ് എന്ന് പറഞ്ഞു. ബ്രഹ്മചാരി അഗ്നിയാണ് എന്ന വാക്യത്തിന് ബ്രഹ്മചാരി അഗ്നിയെ പോലെ തേജസ്വിയാണ്, അഗ്നിവത് തേജസ്വി മണവക എന്നാണ് താല്പര്യം. ഇത് സാരോപലക്ഷണ. ഇവിടെ ഗുണാശ്രയമായ അധികരണത്തിൽ ഗുണിയെ ആരോപിച്ചു. ഈ ആരോപത്തെ നമ്മൾ ശരിയായ താല്പര്യത്തിൽ തന്നെ മനസ്സിലാക്കുന്നു. ലക്ഷണ വൃത്തി ശരിയായ അർത്ഥം തന്നെ ബോധിപ്പിക്കുന്നു. ഈ ഗുണി അവിടെ ഇല്ല, അതിൻ്റെ ഗുണമാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്നു. ഇവിടെ ആരോപം ചെയ്യുന്ന ആൾക്ക്, കുട്ടി സിംഹമാണ് എന്ന് കുട്ടിയിൽ സിംഹത്തെ ആരോപിച്ച ആൾക്ക് കുട്ടി സിംഹമാണ് എന്ന് തെറ്റിദ്ധാരണയില്ല. ബ്രഹ്മചാരി അഗ്നിയാണ് എന്ന് പറഞ്ഞ ആൾക്ക് ബ്രഹ്മചാരി അഗ്നിയാണ് എന്ന തെറ്റിദ്ധാരണയില്ല. കുട്ടി സിംഹമല്ല, ബ്രഹ്മചാരി അഗ്നിയുമല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് കുട്ടി സിംഹമാണ്, ബ്രഹ്മചാരി അഗ്നിയാണ് എന്ന് വാക്യം പ്രയോഗിച്ചത്. അപ്പൊ എന്താണ് സത്യമെന്ന് അറിഞ്ഞുകൊണ്ട് വക്താവ് മനപൂർവമായിട്ട് ചെയ്യുന്ന ആരോപമാണ് ഇത്. ആരോപം രണ്ട് വിധത്തിൽ വരുന്നു. ഇവിടെ അറിഞ്ഞുകൊണ്ട് ആരോപിക്കുകയാണ്. കുട്ടി സിംഹമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് കുട്ടിയിൽ സിംഹത്തെ ആരോപിച്ചു. ബ്രഹ്മചാരി അഗ്നിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ബ്രഹ്മചാരിയിൽ അഗ്നി ആരോപിച്ചു. ഇങ്ങനെ ശരിയായ ജ്ഞാനം ഉണ്ടായിരുന്നിട്ട് ആണ് ചെയ്യുന്ന ആരോപണം, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആരോപണം. ഇങ്ങനെ ചെയ്യുന്ന ആരോപത്തെ ആഹാര്യ ആരോപം എന്ന് വിളിക്കുന്നു. ആഹാര്യ ആരോപം. ആഹാര്യ ആരോപം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആരോപം, മനഃപൂർവമായിട്ട് ചെയ്യുന്ന ആരോപം. അറിയാത്തത് കൊണ്ടും ആരോപിക്കാം. കരണ്ട വെളിച്ചത്തിൽ കയർ കിടക്കുന്നത് കണ്ടിട്ട് അത് കയറാണ് എന്ന് മനസ്സിലാക്കാതെ അതിൽ പാമ്പിനെ ആരോപിക്കും. അവിടെ കയറാണെന്ന് അറിഞ്ഞുകൊണ്ട് പാമ്പിനെ ആരോപിക്കുകയല്ല. കയറിന് പാമ്പിനോട് രൂപസാദൃശ്യമുണ്ട് എന്ന് വെച്ചിട്ട് ആ സാദൃശ്യത്തോടു കൂടിയ പാമ്പിനെ കയറിൽ മനഃപൂർവമായിട്ട് ആരോപിച്ചിട്ട് കയറ് പാമ്പാണെന്ന് പറയല്ല. ശരിക്കും ആ കയറ് പാമ്പാണ് തെറ്റിദ്ധരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ തെറ്റിദ്ധാരണ കൊണ്ടുണ്ടാകുന്ന ആരോപമാണ് ഈ കയറിൽ പാമ്പിനെ ആരോപിക്കുന്നത്. ഇങ്ങനെ തെറ്റിദ്ധാരണ കൊണ്ടുണ്ടാകുന്ന ആരോപത്തെ അനാഹാര്യ ആരോപം എന്ന് വിളിക്കും. അനാഹാര്യ ആരോപം. അപ്പൊ ആരോപം രണ്ട് വിധത്തിലുണ്ട്, ആഹാര്യം അനാഹാര്യം. ആഹാര്യ ആരോപം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും അനാഹാര്യ ആരോപം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ചെയ്യുന്നതുമാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആഹാര്യ ആരോപത്തിൽ വാക്യം ശരിയായ അർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത്. വാക്യം പ്രമയെ ആണ് ജനിപ്പിക്കുന്നത്. അതുകൊണ്ട് ആഹാര്യ ആരോപത്തോടു കൂടിയ വാക്യം പ്രമാണവാക്യമാണ്. ആ വാക്യം പ്രമയെ ജനിപ്പിക്കുന്നു, അതുകൊണ്ട് അത് പ്രമാണമാണ്. കുട്ടിസിംഹമാണെന്നും ബ്രഹ്മചാരി അഗ്നിയാണെന്നും പറഞ്ഞപ്പോൾ കേൾക്കുന്ന ആൾക്ക് കുട്ടിസിംഹത്തെ പോലെ പരാക്രമിയാണ് എന്നും ബ്രഹ്മചാരി അഗ്നിയെ പോലെ തേജസ്വിയാണ് എന്നും ശരിയായ ബോധം ഉണ്ടായി. കയറ് പാമ്പാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോ അത് കേട്ട ആൾക്ക് ശരിയായ ജ്ഞാനം ഉണ്ടായില്ല. കേട്ടവരൊക്കെ വിചാരിച്ചു പാമ്പാണ്. ഇയാൾ കാണുന്നത് പാമ്പിനെയാണ് എന്ന് കേട്ടവരൊക്കെ വിചാരിച്ച്. അപ്പൊ കേട്ടവർക്ക് വിപരീത ജ്ഞാനമാണ് ഉണ്ടായത്. പറഞ്ഞ ആൾക്കും വിപരീത ജ്ഞാനമാണ്, അതുകൊണ്ട് കേട്ട ആൾക്കും വിപരീത ജ്ഞാനമാണ്. അപ്പൊ അനാഹാര്യ ആരോപം കൊണ്ട് വിപരീത ജ്ഞാനം ഉണ്ടാവുന്നു.
ഇങ്ങനെ ആഹാര്യ ആരോപണം ഉണ്ടാകുന്ന ജ്ഞാനത്തെ ആഹാര്യജ്ഞാനം എന്ന് പറയാറുണ്ട്. ആഹാര്യജ്ഞാനം പ്രമയാണ്. ഭാതസമകാലിക യച്ഛാജനിതം ജ്ഞാനം ആഹാര്യം ആഹാര്യജ്ഞാനത്തിന്റെ നിർവചനം. ബാധസമകാലിക ഇച്ഛാജന്യം ജ്ഞാനം ആഹാര്യം. ബാധസമകാലികം, ബാധയോട് സമകാലത്ത് ഉള്ളത്. ഏത് കാലത്ത് ബാധ ഉണ്ടാകുന്നുവോ ആ കാലത്ത് തന്നെ ഉള്ളത്. ബാധ സമകാലികം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇച്ഛാജന്യം, ഇച്ഛ കൊണ്ട് ജനിക്കുന്ന ജ്ഞാനം, ഇച്ഛാജന്യം ജ്ഞാനം. കുട്ടി സിംഹമാണെന്നും ബ്രഹ്മചാരി അഗ്നിയാണെന്നും പറഞ്ഞപ്പോൾ കേട്ട ആളുകൾക്ക് മുഖ്യാർത്ഥത്തിന് ബാധ വരൽ കഴിഞ്ഞു. പക്ഷെ അവരുടെ ഇച്ഛ കൊണ്ട് തന്നെ എന്തുണ്ടായി? അവർ ഈ ആരോപത്തെ ശരിയായിട്ട് മനസ്സിലാക്കി. ഇവിടെ കുട്ടിയിൽ സിംഹത്തെയും ബ്രഹ്മചാരിയിൽ അഗ്നിയെയും ആരോപിച്ച് പറയുകയാണ് അയാള്. കുട്ടി സിംഹത്തെ പോലെ പരാക്രമിയാണ്, ബ്രഹ്മചാരി അഗ്നിയെ പോലെ തേജസ്വിയാണ് എന്നാണ് ഇയാളുടെ വിവക്ഷിതമെന്ന് ശ്രോതാക്കൾ ശരിയായ അർത്ഥം മനസ്സിലാക്കുന്നു. മുഖ്യാർത്ഥത്തിന് ബാധയുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഇച്ഛ കൊണ്ട് ജനിക്കുന്ന ജ്ഞാനമാണ് ആഹാര്യജ്ഞാനം. ആഹാര്യജ്ഞാനം പ്രമയാണ്. ഇങ്ങനെ ലക്ഷണാവ്യാപാരം. മൂന്നാമത്തെ വ്യാപാരം വ്യഞ്ജന വ്യാപാരമാണ്. വ്യഞ്ജന വ്യാപാരം അല്ലെങ്കിൽ വ്യഞ്ജന വൃത്തി. വൃത്തിക്ക് വ്യാപാരം എന്നർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. വൃത്തിയും വ്യാപാരവും പര്യായങ്ങളാണ്. വ്യഞ്ജന വ്യാപാരം അഭിധ കൊണ്ടോ ലക്ഷണ കൊണ്ടോ കിട്ടാത്ത അർത്ഥം പദപ്രയോഗത്തിൽ ധ്വനിച്ച് കിട്ടുന്നതിനെയാണ് വ്യഞ്ജന വ്യാപാരം എന്ന് പറയുന്നത്. അപ്പോൾ വ്യഞ്ജന എന്ന് പറഞ്ഞാൽ ധ്വനിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് താല്പര്യം? ഈ അർത്ഥം വാച പറഞ്ഞിട്ടില്ല, വാക്കുകൊണ്ട് ഈ അർത്ഥം പറഞ്ഞിട്ടില്ല. പക്ഷേ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ ആ അർത്ഥം തോന്നും. ആണ് ധ്വനി. പലപ്പോഴും ഈ ധ്വനിയുള്ളിടത്ത് ധ്വനിയാകുന്ന അർത്ഥമാണ് വായനക്കാരന് തോന്നുക, അനുവാചകന് തോന്നുക, ഓടിയല്ല. ഇങ്ങനെ വ്യംഗ്യാർത്ഥം വാച്യത്തെ അതിശയിച്ചു നിൽക്കുന്നു. ഇങ്ങനെ വ്യംഗ്യം വാച്യത്തെ അതിശയിച്ചു വരുന്നതിനെയാണ് അലങ്കാര ശാസ്ത്രത്തിൽ ധ്വനി എന്ന് പറയുന്നത്. എത്ര അതിശയതേ വാച്യാർത്ഥം വ്യംഗ്യം തദ്ധ്വനിരുച്യതേ. എത്ര വ്യംഗ്യം വാച്യാർത്ഥം അതിശയതേ. ഇവിടെ വ്യംഗ്യാർത്ഥം വാച്യത്തെ അതിശയിച്ചു നിൽക്കുന്നുവോ, വാച്യാർത്ഥത്തിന്റെ മേലെ നിൽക്കുന്നുവോ, അത് ധ്വനി. ധ്വനി കാവ്യങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ. കാവ്യസ്യ ആത്മാ ധ്വനി എന്നും അലങ്കാരിക മതം. കാവ്യത്തിന്റെ ആത്മാവ് ധ്വനിയാണ്. ധ്വനിയില്ലാത്തതൊന്നും കാവ്യമല്ലാതാണ്. അതിന് ആത്മാവില്ല. അപ്പോൾ കാവ്യത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നതാണ് ഈ ധ്വനി എന്ന് പറയുന്നത്. വ്യംഗ്യം, വ്യംഗ്യാർത്ഥമില്ലാത്ത കാവ്യത്തെ കാവ്യമായിട്ട് വിചാരിക്കുന്നില്ല. വാച്യാർത്ഥം പറയാൻ കാവ്യം ഉണ്ടായിട്ട് കാര്യമില്ല. വാക്കും അർത്ഥവും കാവ്യത്തിന്റെ ശരീരം മാത്രമാണ്, ഇതിന്റെ ജീവൻ വ്യംഗ്യമാണെന്ന് പറയും. ശബ്ദാർത്ഥവും മൂർത്തിരാഖ്യാതവും വ്യംഗ്യം കാവ്യസ്യ ജീവിതം. ശബ്ദാർത്ഥവും മൂർത്തി ആഖ്യാതവും, ശബ്ദവും അർത്ഥവും വാക്കും അർത്ഥവും ശരീരമാണ് എന്ന് പറയപ്പെടുന്നു. കാവ്യത്തിന്റെ ശരീരമാണ് എന്ന് പറയപ്പെടുന്നു. എന്റെ ജീവൻ എന്താ? വ്യംഗ്യം കാവ്യസ്യ ജീവിതം. വ്യംഗ്യമാണ്, വ്യംഗ്യാർത്ഥമാണ് കാവ്യത്തിന്റെ
ജീവിതം, അല്ലാതെ വാച്യാർത്ഥമല്ല. അപ്പൊ ഇത്രയും ആദരിക്കപ്പെടുന്നതാണ് വ്യംഗ്യാർത്ഥം. അതെവിടെ ആദരിക്കപ്പെടുന്നു? അത് കാവ്യത്തിലാണ് ആദരിക്കപ്പെടുന്നത്. ശാസ്ത്രത്തിൽ ഇതിന് ഒരു മാന്യതയും ഇല്ല. വ്യംഗ്യാർത്ഥം പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രത്തിന്റെ നിയമം. വിജ്ഞാനത്തിൽ വ്യംഗ്യാർത്ഥം നിഷിദ്ധമാണ്. ലക്ഷണയും നിഷിദ്ധം തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് വരാം. അപ്പൊ വ്യഞ്ജന എന്ന് പറയുന്ന വ്യാപാരം അത് ധ്വനിയാണ്, ധ്വനിച്ചു കിട്ടുന്ന അർത്ഥം. ഇപ്പൊ ഗംഗാതീരത്ത് കുടിൽ നിൽക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഗംഗയിൽ കുടിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഗംഗായാം ഘോഷ പ്രതിവസതി. ഗംഗാതീരത്താണ് ശരിക്കും കുടിലുള്ളത്. അപ്പൊ ഗംഗാതീരത്ത് കുടിൽ നിൽക്കുന്നു പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ ഇതിനെ അങ്ങനെ പറയാതെ ഗംഗയിൽ നിൽക്കുന്നു പറഞ്ഞത്, ഗംഗാ തീരത്തുള്ള കുടിലിനെ ഗംഗയിൽ ആരോപിച്ച് പറഞ്ഞത് എന്തിനാ? പറഞ്ഞ ആൾക്കൊരു ഉദ്ദേശമുണ്ട്, വെറുതെ പറഞ്ഞതല്ല. ഗംഗാ തീരത്ത് എന്ന് കേട്ടാൽ തോന്നാത്ത ശീതത്വം, പാവനത്വം മുതലായ ഗുണങ്ങൾ ഈ കുടിലിൽ ഉണ്ട് എന്ന് ഗംഗയിൽ കുടിൽ നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തോന്നും. ഗംഗായാം ഘോഷ പ്രതിവസതി എന്ന് കേൾക്കുമ്പോൾ ഗംഗയുടെ ശീതത്വം, പാവനത്വം മുതലായ ഗുണങ്ങൾ ഈ കുടിലിൽ ഉണ്ട് എന്ന വ്യഞ്ജന കൊണ്ട് അർത്ഥം കിട്ടും, ധ്വനി കിട്ടും. ഈ ധ്വനി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഗംഗായാം ഘോഷ എന്ന് പറഞ്ഞത്. ഇങ്ങനെ വ്യഞ്ജനാവൃത്തി കൊണ്ട് അർത്ഥം തോന്നുന്ന വിധം ഇത് വ്യഞ്ജന വ്യാപാരം. ലക്ഷണയും വ്യഞ്ജനയും ശരിക്കും ശാസ്ത്രത്തിൽ, വിജ്ഞാനത്തിൽ, തത്വചിന്തയിൽ മാന്യമല്ല. ഇത് കാവ്യത്തിന് ഭൂഷണമാണ്. കാരണം കാവ്യം നമുക്ക് വായിച്ച് ആനന്ദിക്കാൻ വേണ്ടിയാണ്. ശാസ്ത്രം, തത്വചിന്ത അങ്ങനെയല്ല. അത് സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വലിയ തരത്തിലുള്ള അലങ്കാരികമായ പ്രയോഗങ്ങളൊന്നും ഭൂഷണമല്ല. ശാസ്ത്രത്തിൽ എപ്പോഴും അഭിധാ വ്യാപാരത്തിൽ തന്നെ ശബ്ദങ്ങൾ പ്രവർത്തിക്കണം എന്നതാണ് നിയമം. വാച്യാർത്ഥം തന്നെയാണ് എപ്പോഴും പറയേണ്ടത്, വാച്യാർത്ഥം തന്നെയാണ് എപ്പോഴും സ്വീകരിക്കേണ്ടത്. എന്നാലും ലക്ഷണം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ചിലർക്കൊക്കെ ലക്ഷണം സ്വീകരിക്കുന്നുണ്ട്. ആ ലക്ഷണം സ്വീകരിക്കുമ്പോൾ അതിൽ ദോഷവും നമുക്ക് കാണാൻ സാധിക്കും. അത് അരോചകമാണ്, ഇത് വിജ്ഞാന വിരുദ്ധമാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് വിജ്ഞാനത്തില്, തത്വചിന്തയില് വാച്യാർത്ഥം അഥവാ മുഖ്യാർത്ഥം അല്ലെങ്കിൽ ശക്യാർത്ഥം തന്നെയാണ് എപ്പോഴും വിവക്ഷിക്കേണ്ടത്. ശക്യാർത്ഥം തന്നെയാണ് എപ്പോഴും സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. അപ്പോ ഇങ്ങനെ 3 വ്യാപാരങ്ങള്. അപ്പോ അഭിധ പ്രയോഗിക്കുന്നിടത്ത് ശബ്ദം അഭിധാനവും പദം അഭിധേയവുമാണ് എന്ന് പറഞ്ഞു. അതുപോലെ ശക്യാർത്ഥം എന്ന പേര് പറഞ്ഞു. ഇതുപോലെ ലക്ഷണ കൊണ്ട് അർത്ഥം ബോധിപ്പിക്കുമ്പോൾ പദം ലക്ഷകം എന്ന് പറയപ്പെടും. അർത്ഥം ലക്ഷ്യം. അപ്പൊ ലക്ഷ്യാർത്ഥം, ലക്ഷണ കൊണ്ട് ബോധിപ്പിക്കുന്ന അർത്ഥം ലക്ഷ്യാർത്ഥം. അതുപോലെ വ്യഞ്ജന കൊണ്ട് ബോധിപ്പിക്കുമ്പോൾ പദം വ്യഞ്ജകം, അർത്ഥം വ്യംഗ്യം, വ്യംഗ്യാർത്ഥം എന്ന് പറയുന്നു. എങ്ങനെ ലക്ഷണ വ്യഞ്ജന നേരത്തെ പറഞ്ഞ അഭിധ, ഇങ്ങനെ 3 വ്യാപാരങ്ങൾ. ഇത്രയുമാണ് ശബ്ദവ്യാപാരത്തെ സംബന്ധിച്ച് അറിയേണ്ടത്. ഇനിയിപ്പോൾ താല്പര്യഹാനി,
എന്ന് പറഞ്ഞു. എന്താണ് താല്പര്യം? ഈ താല്പര്യം എന്ന് പറയും. എന്ന് പറയുന്നത് വക്താണ്. വക്തുരിച്ഛ എന്തിച്ഛിച്ച് പറഞ്ഞു, ഏതർത്ഥം ബോധിപ്പിച്ച് പറഞ്ഞുവോ അതിനെയാണ് വക്താവിന്റെ താല്പര്യം എന്താണ് എന്ന് ആദ്യം അറിയണം. സിദ്ധാന്തം തന്നെ താത്പര്യജ്ഞാനമാണ് വാക്യാർത്ഥജ്ഞാനം. വാക്യം നമ്മൾ എങ്ങനെ അറിയുന്നു? വാക്യാർത്ഥത്തെ അറിയുന്നു. വക്ത താല്പര്യം ആദ്യം അറിയും. ഇതിൽ മാത്രമായിട്ടിരിക്കുന്നു തൻ്റെ ആശയം ായിട്ട് കുറേ വേണം. അതിന്റെ താല്പര്യം എന്ന വക്താവിന്റെ ഒരു മുഴുവൻ ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥ വാക്യം ചെയ്ത് നോക്കി മാത്രമേ താല്പര്യം വെളിവാവുള്ളൂ. പറഞ്ഞിട്ട് വേണം വാക്യം. അപ്പൊ നമ്മൾ സാധാരണ ഉള്ളതുപോലെ പലരും ഇതുപോലെ ശാസ്ത്രത്തിൽ വാക്യങ്ങളുടെ ഗ്രന്ഥാർത്ഥം അല്ല ചെയ്യുന്നത്. ആ ഗ്രന്ഥ താല്പര്യത്തിന് അനുഗുണമായിട്ട് അതിലെ ഓരോ വാക്യത്തിനും അർത്ഥം പറയണം. ഗ്രന്ഥ താല്പര്യം കൊണ്ട് വാക്യാർത്ഥം അറിയുന്നു. ഇനി ആ വാക്യത്തിന് അർത്ഥം കിട്ടണമെങ്കിൽ വാക്യത്തിൽ ഇരിക്കുന്ന പദത്തിന് എന്തർത്ഥമാണോ പറയേണ്ടത് അതാണ് ശാസ്ത്രത്തിൽ പദാർത്ഥമായിട്ട് പറയേണ്ടത്. അപ്പൊ ഗ്രന്ഥാർത്ഥത്തിൽ നിന്ന് വാക്യാർത്ഥവും വാക്യാർത്ഥത്തിൽ നിന്ന് ശബ്ദാർത്ഥവും അറിയപ്പെടുന്നു. ഇതാണ് ശാസ്ത്രത്തിലെ നിയമം. അതുകൊണ്ട് താല്പര്യജ്ഞാനം എങ്ങനെ ഉണ്ടാകും, താല്പര്യം എങ്ങനെ നിർണയിക്കും, ഇത് ആദ്യമേ തന്നെ അറിയണം. ശബ്ദപ്രമാണം പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഗ്രന്ഥ താത്പര്യം എങ്ങനെയാണെന്ന് നിർണയിക്കും. താത്പര്യജ്ഞാനം എങ്ങനെ ഉണ്ടാകും, അതിന്റെ പദ്ധതി എന്താണ്? പദം, പദാർത്ഥം, വാക്യം, വാക്യാർത്ഥം, ഈ വഴിയാണ് ശബ്ദ പ്രമാണം പ്രവർത്തിക്കുന്നത്. ശബ്ദത്തിന് പ്രവർത്തിക്കാൻ വേറെ വഴിയൊന്നുമില്ല. ഈ പദപദാർത്ഥ വാക്യാർത്ഥങ്ങൾ ഇതെല്ലാം തന്നെ എന്താണ് എന്ന് നമുക്ക് നിശ്ചയം വരുന്നത് ഗ്രന്ഥ താല്പര്യം അറിഞ്ഞു കഴിയുമ്പോഴാണ്. മുഴുവൻ ഗ്രന്ഥവും പഠിച്ചു കഴിയുന്നത് വരെ ഒരു വാക്യത്തിന്റെയും അർത്ഥം ശരിക്കും പറയാൻ പാടില്ല, ഒരു പദത്തിന്റെയും അർത്ഥം പറയാൻ പാടില്ല. ഇങ്ങനെ താല്പര്യം എന്ത് എന്ന് അറിയൽ ഒന്നാമത്തെ വിഷയമായിട്ട് വരും. അപ്പൊ അതിന് 7 അടയാളങ്ങൾ, സപ്തലിംഗങ്ങൾ എന്ന് ഇതിനെ പറയുന്നു. സപ്തലിംഗങ്ങൾ, 7 അടയാളങ്ങൾ. ഇത് ഉപക്രമ ഉപസംഹാര അഭ്യാസോ അപൂർവത ഫലം അർത്ഥവാദോപപത്തീജ ലിംഗം താല്പര്യ നിർണയേ എന്ന് പറയും. ഉപക്രമം, ഉപസംഹാരം, അഭ്യാസം, അപൂർവത, ഫലം, അർത്ഥവാദം, ഉപപത്തി ഇവയാണ് താല്പര്യം നിർണയിക്കാനുള്ള അടയാളങ്ങൾ എന്ന് പറയും.
ഇവിടെ നിർത്താം. ഇപ്പൊ പണിയാവണു. താല്പര്യ നിർണയത്തിൽ കൊടുക്കാം. ഫോണിന്റെ ബാറ്ററിയും തീരാൻ പോവാണ്. ചാർജ് ആവണില്ല വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് വിഷയം ഇവിടെ നിർത്താം. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. നമ്മുടെ ഈ വിജ്ഞാനത്തിൽ വ്യംഗ്യാർത്ഥം പാടില്ല എന്ന് പറഞ്ഞു.